ഹലോ അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഞമ്മക്കിന്ന് നമ്മളെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പം ഞമ്മക്കിന്ന് ഭൂരിയാണ് കേട്ടോ. അപ്പം ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഭൂരിയാണ്. അപ്പം ഞാൻ അരിപ്പിയിലൊക്കെ ഇട്ടുകൊണ്ടൊന്ന് തരിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്ന് നോക്കി, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ട് മക്കളെ, നമ്മളെ വർത്താനം കുറച്ച് ഓവറാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നിയോ നമ്മളെ വർത്താനം കുറച്ച് ഓവറാണ് എന്നുള്ളത്? അപ്പോൾ നമ്മളെ വർത്താനം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് ഞാൻ ഇനി വീഡിയോയിലൊന്ന് കുറക്കാൻ നോക്കാം. ഇപ്പം നമ്മളെ പഠിച്ച പാട്ടല്ലേ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ശ്രമിച്ചു നോക്കാന്ന്. അപ്പോൾ നമ്മളെ ഇതാക്കണം കേട്ടോ. നമ്മൾ പച്ചവെള്ളമാണ് പാർന്നിക്കുന്നത്. പച്ചവെള്ളം പാർന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തോന വെള്ളമൊന്നും പാരണ്ട, കുറച്ചീച്ച വെള്ളം പാർന്നിട്ട് നമുക്ക് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഭൂരി ആകുമ്പോൾ നല്ല പച്ചവെള്ളം പാർന്നുകൊണ്ട് കുഴച്ചാൽ മതി. ചപ്പാത്തി ആകുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ പാരണം കേട്ടോ, എന്നെങ്കിലേ ചപ്പാത്തി നന്നാവുള്ളൂ. ഭൂരിക്ക് പിന്നെ പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും നല്ലോണം ഒന്ന് കുഴച്ചെടുത്തേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മളെ ചായക്ക് വെച്ചിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാനതിക്ക് ചായപ്പൊടിയും പഞ്ചാരയും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി അത് തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ ഭൂരി ഉണ്ടല്ലോ ഒന്ന് ഉരുളാക്കി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് എണ്ണയാക്കിയിട്ട് ഞാൻ ഉരുളയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലില്ലേമെന്നൊക്കെ ഞാൻ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. വലിപ്പം കൂടിയ ചപ്പാത്തി വലിയ അല്ല, നമ്മളെ ഭൂരി വലിയതാവുകയെ. അപ്പോൾ പിന്നെ ഭൂരിയല്ലേ അത്യാവശ്യം ചെറുതല്ലേ ഈ കരം ഉണ്ടാവുക. പിന്നെ ഞാൻ 2-3 മുട്ട പുഴുങ്ങി കേട്ടോ മക്കൾക്ക്. അപ്പോൾ നമ്മളെ സാനും മീനുട്ടി മദ്രസക്ക് പോകുമ്പം ചിലപ്പം ചായ കുടിച്ചാതെയൊക്കെ അങ്ങനെ മണ്ടി പോകും. അപ്പം ഒരു മുട്ട തിന്നുകാണ്ടൊക്കെ പോയാൽ നല്ലത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ചായ കൊടുത്താൽ എന്താ തിന്നൂല കടി. നിങ്ങൾ കണ്ടിക്കണല്ലോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒന്നും തിന്നാതെ അങ്ങനെ പിന്നെ കോഴിക്കൾ കൊത്തണ മാതിരി കൊത്തിയിട്ട് പോകും. അപ്പോൾ പിന്നെ മുട്ട ആയാലും അങ്ങനെ തിന്ന് പോയിക്കോളും. പിന്നെ മദ്രസ വിട്ടെന്നാൽ പിന്നെ തിന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെ പൂരിക്കില്ല കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം വല്ലുള്ളിൻ്റെ ഉള്ളൊക്കെ ഒന്നിങ്ങനെ കേടായിക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കേകി എടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അരിയ. അപ്പോൾ എന്നിട്ട് നമ്മളൊന്നും കേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഭൂരി ചുടുമ്പോൾ നമ്മൾ മിക്കവാറും ദിവസം നമ്മൾ ഈ ഒരു കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. നമ്മളെ ഭൂരിക്ക് ഇതാണ് കേട്ടോ രസം. അപ്പോൾ പിന്നെ നമ്മളുണ്ടല്ലോ ഉള്ളിയും ഇതൊക്കെ അരിയാൻ വേണ്ടി നമ്മളെ കയ്യോറ ഇട്ടിക്കണം കേട്ടോ. കയ്യോറ ഇടാഞ്ഞാൽ ഗജ നിറച്ചു മുറിയാണ് ഇയാളെ. അതുകൊണ്ടാണ് നമ്മൾ കയ്യോറ ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ മുറിയായിട്ട് നമ്മളെ ചൂണ്ടാൻ മുഴുവനും മുറിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു കവർ വാങ്ങിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളകും അതേമാതിരി കേങ്ങും ഒക്കെ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞിടുന്നത്. ഇനി അതൊക്കെ ഒന്നായിട്ടാണ്ട് നമ്മൾ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അല്ലാതെ ഒന്ന് വാട്ടി അങ്ങനെയൊന്നല്ല, എല്ലാതും പാടെ ഒപ്പിട്ട് കണ്ടാണ് കണ്ടാണ്ട് വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ പണി ലാഭിച്ച അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ചൂടാക്കിയിരിക്കണേ. അതിക്ക് കുറച്ച് ഓയിൽ അറിഞ്ഞു കൊടുത്തേക്കണേ. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്ക് നമ്മളെ ഉള്ളിയും കേങ്ങും കരിയേപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വരട്ടെ. എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇട്ട് കണ്ടൊന്ന് നമ്മൾ ഇതാക്കുന്നുണ്ട് കേട്ടോ, വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പറന്നുകാണ്ട് മൂടിയേക്കാം. അത് പിന്നെ അവിടെ കടന്നുകാണ്ട് ബന്ധുള്ളൂ കേട്ടോ. അപ്പം ഇനി കടുക് തൂമിച്ചുകൊണ്ട് പിന്നെ ഇനി നമുക്ക് കടുകൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇട്ടിക്കണേ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിക്കണം കേട്ടോ. അതിക്ക് ഞാനൊരു തുള്ളി വെള്ളവും പാർന്ന് കൊടുത്തിക്കണേ. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ കുക്കറൊന്ന് അടച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതവിടെ വേഗട്ടെ. ഇനി നമുക്ക് എന്താട്ടാ, നമുക്ക് വെണ്ണൂറൊക്കെ ഒന്ന് വാരിയിട്ട് നമുക്ക് ഭൂരി ചുടണമല്ലോ. അപ്പോൾ അത് ചൂടാ. അപ്പോൾ നമ്മൾ എന്താട്ടി വെണ്ണൂറൊക്കെ വാരിക്കണേ. അടുപ്പിൽ നമ്മൾ തിരിച്ചാണ് കേട്ടോ. വിറകും പിന്നെ ഓലക്കൊടിയും ഒക്കെ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചാനൊക്കെ അയക്കണം കേട്ടോ മക്കളെ. പെയിൻ്റൊക്കെ നമുക്ക് അടിച്ചണം ഇൻഷാ അല്ലാ.
നമ്മൾ പെയിൻ്റ് അടിച്ചാറിനൊരു കാര്യമല്ലല്ലോ, കജ്ജിൽ പൈസ ഉണ്ടേ. അപ്പോൾ പിന്നെ കുറച്ച് കജ്ജട്ടെ. പിന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയാം, മക്കൾ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ വരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ പുതിയാപ്പിളക്കാരന് നമ്മളെ മക്കളൊന്ന് വലിയതാട്ടെ, ഇഞ്ഞിട്ട് അടിച്ചാൽ നമുക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പെയിൻ്റ് അടിച്ചതിനെ കുറച്ച് വൈകിക്കൊണ്ട് നിൽക്കുന്നത്. നമുക്ക് അടിച്ചണം ഇൻഷാ അല്ലാഹ്. ഒക്കെ പഠിച്ചോന് തോഫീക്ക് നൽകട്ടെ, ആമീൻ. അങ്ങനെ നമ്മൾ എന്താട്ടിന്നറിയോ, നമ്മളെ ബൂയി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയാക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് പരക്കൽ കുറച്ച് കുറവായിന്. അപ്പോൾ രണ്ടാമത് ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മളെ ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി, നല്ല എണ്ണ ചൂടാണ് കേട്ടോ, എന്നെങ്കിലേ നമ്മളെ ബൂരിയൊക്കെ ഒന്ന് നല്ല ഉസാറായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാങ്ങാണ് കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മളെ ബൂരി ഒക്കെ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ തേച്ചെങ്കിൽ കുറച്ച് വലിയതാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വലിപ്പം കുറച്ച് കുറവാകാണ്. അപ്പോൾ നമ്മൾ ഉരുള കൂട്ടിയപ്പം അങ്ങനെ ഇതൊക്കെ തേച്ചിക്കണ്, എന്നാലും ആവണില്ല. എന്നിട്ട് ഏതായാലും നമ്മൾ മക്കൾ പറഞ്ഞ മാതിരി ബൂരി ഒന്നും ഓൽക്ക് മാണ്ട ഇറങ്ങാണ്ട് പോലെ ആ മുട്ടിയും ചായയും കുടിച്ചിട്ടാണ് കേട്ടോ ഓലിപ്പോൾ മദ്രസക്ക് പോകണം. ഇനി വന്നിട്ട് മതിയായിരുന്നേ. ഞാൻ പറയും മദ്രസക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും ഓട്ടം ഉണ്ടാവില്ല, വന്നാലേ നിങ്ങൾക്ക് നിങ്ങൾ ഓട്ടം തുറക്കുള്ളൂ എന്നൊക്കെ പറയിട്ട് ചീത്ത അറിഞ്ഞാണ്ടൊക്കെ പോകും. എന്നും മദ്രസക്ക് പോകുമ്പോൾ ചീത്ത ഉള്ളാത്തൊരു ദിവസമല്ല കേട്ടോ. കാരണം ഈ തിന്നാത്ത കാര്യത്തിലാണ് നമ്മൾ കച്ചറൂടെ. അപ്പോൾ ഏതായാലും അങ്ങനെ മക്കൾ പോയിക്കണം കേട്ടോ മദ്രസക്ക്. പിന്നെ നമ്മളെ ബൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ്റിൻ്റെ തണിയും തീമിട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ബൂരി ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഉണ്ടല്ലോ മക്കൾ പോകണേ നോക്കി നിന്നപ്പോത്തിന് നമ്മളെ ബൂരി ഒന്ന് കരിഞ്ഞിക്കണം കേട്ടോ. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മളെ കേങ്ങൊക്കെ നല്ലോണം ഉസാറായിട്ട് ഉടഞ്ഞ് വെന്തിക്കണം കേട്ടോ. ഇവിടെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായി കേട്ടോ, അതും കൂടെ നമ്മൾ അതിക്കിട്ടുകാണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചുകാണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മല്ലിച്ചപ്പിൻ്റെ ചുവയും കൂടി അതിക്ക് കിട്ടണ്ടേ. അങ്ങനെ അത് റെഡി ആയിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മോട്ടർ വന്നിട്ടിങ്ങനെ ടാങ്ക് ഒന്ന് നിറക്കണം. അപ്പോൾ ചിലപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കല്ലേ, എപ്പോഴാണ് കറണ്ട് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ടാങ്കൊക്കെ ഒന്ന് നിറച്ചേക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മിറ്റടിച്ച് വരാൻ ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ചമ്മലും കെട്ട് അടിച്ചു വരിയിട്ടും പോരുന്നില്ല. മഴക്കാലത്ത് ഇങ്ങനെ മിറ്റടിച്ച് വരാനും നല്ല ചൂലാണ് കേട്ടോ, നമ്മളെ ഈർക്കിളി ചൂല്. അങ്ങനെ നമ്മൾ മിറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചായ അടിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ 1 2 3 4 5 പൂരി എടുത്തുക്കണം കേട്ടോ ഞാൻ. അങ്ങനെ 4-5 പൂരി എടുത്തു. പിന്നെ ചായ നേരം വെളുക്കുമ്പോൾ കാച്ചണല്ലേ, അതൊന്ന് ചൂടാക്കി എടുത്തുക്കണേ. അപ്പോൾ അങ്ങനെ ചായ ചൂട് വേണം, കാരണം മയ്യല്ലേ, ചൂടില്ലാത്ത ചായ കുടിച്ചുമ്പോൾ ഒരു പച്ചവെള്ളം കുടിച്ചിടുന്ന മാതിരിയാണ്. അങ്ങനെ നമ്മൾ ഇതാക്കണേ നമ്മളെ പൂരിയും നമ്മളെ കേങ്ങ് കൊണ്ടുള്ള കൂട്ടാനും കൂട്ടിയിട്ട് നമ്മൾ ചായ അടിച്ചാണ് കേട്ടോ. അപ്പം ഈ പൂരിക്ക് ഈ കൂട്ടാനാണ് കേട്ടോ രസം. നമ്മൾ അല്ലെങ്കിൽ പിന്നെ കോഴിച്ചാറോ ഇറച്ചിച്ചാറൊക്കെ വേണം മക്കളെ, അപ്പോൾ നല്ല രസമായിക്കാരം. അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതാക്കണം. ഇപ്പോൾ ഈ പാർട്ടിയിൽ ചായ അടിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് റാഹത്താവുള്ളൂ കേട്ടോ, ക്ലാസ്സൊന്നും ഇപ്പോൾ മതിയാവില്ല. അങ്ങനെ നമ്മൾ അകടിച്ചു വരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകടിച്ചു വരുന്നുണ്ട്. ചായയുടെയൊക്കെ കഴിഞ്ഞിക്കാണ്ട് നമ്മൾ ആദ്യം പാത്രം മോറി പിന്നെ അകടിച്ചു വരാണ് കേട്ടോ. അകടിച്ചു വരിക പെണ്ണുങ്ങളെ ആ വാതിലിൻ്റെ ഇടയിലുണ്ടല്ലോ നമ്മളൊരു പാമ്പിനെ കണ്ടിട്ടോ. അത് പാമ്പാണോ എന്ന് നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിട്ടോ. അപ്പോൾ അത് എന്താണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായില്ല കേട്ടോ. പാമ്പ് കുരുടി ഉണ്ടല്ലോ, അതാണോ ഇനി മറ്റേ പുയരാണോ എന്ന് അതും അറിയില്ല. ഇച്ച് കണ്ടിട്ട് കുരുടിയാണ് തോന്നിട്ടോ, പക്ഷേ ചത്തുകണ് കേട്ടോ. എങ്ങനെയാണ് ഇപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടിയതെന്ന് ഇപ്പം നമുക്ക് പറയാൻ കൂടിയാടില്ല. എണ്ണയാളെ നോക്കുകയാണ് നിങ്ങൾ, കുരുടിയാണോ എന്ന് പുയരാണോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ കൂടിയാടില്ല. പുയരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നുള്ളത്? നമ്മളെ മണ്ണിരല്ലേ, അതിന് പറയണതാണ് കേട്ടോ നമ്മൾ പുയരാന്നുള്ളത്. അങ്ങനെ നമ്മളേതായാലും നമ്മൾ അടുക്കാട്ടൊക്കെ വാരി ഇടുന്നുണ്ട് കേട്ടോ. ഏതായാലും മൂപ്പര് ചത്തുകണ്. ഏതായാലും പിന്നെ നമ്മളത് പുറത്ത് കൊണ്ടുപോയിട്ടിക്കണം കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ നമുക്ക് ചോറ്റിന് വെച്ചീന് വെള്ളം ഉണ്ടല്ലോ അതൊന്ന് തിളച്ച് വെന്തുക്കണം കേട്ടോ. അപ്പം നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരിയൊക്കെ കേകി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും എന്താ പാമ്പാണെങ്കിലും പുയരാണെങ്കിലും ചത്തുക്കണ്. എങ്ങനെയാണ് ചത്തതെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പൊടിയാടില്ല. എങ്ങനെയാണ് അവിടെ വന്നോന്നും അറിയില്ല. ചിലപ്പോൾ വാതിലൊക്കെ നമ്മളിങ്ങനെ അടച്ചിടുമ്പോഴേ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കയറി കൂടിയത് ഇക്കാരം. ഏതായാലും ഇനിയിപ്പോൾ വലിയ പാമ്പുകളൊക്കെ കയറി കൂടുകയാവോ, പേടിയാണ്. അങ്ങനെ ഏതായാലും
നമ്മൾ ചോറ്റിനൊക്കെ അരിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ മെഷീനിലിട്ടേന് കേട്ടോ. അപ്പോൾ മെഷീനിൽ 2 കവറും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഞാൻ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തിരുമ്പുമ്പോൾ ചളിയൊക്കെ നല്ലോണം പോകുന്നു. പിന്നെ തിരുമ്പി കഴിഞ്ഞാൽ കെട്ടുടുങ്ങി ഇങ്ങനെ നിൽക്കുമല്ലോ തുണി കുപ്പായൊക്കെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പറാട്ടോ. അങ്ങനെയൊന്നും ഇല്ലേന് കേട്ടോ. വേവേ എടുക്കാനൊക്കെ കിട്ടിയിരിക്കണേ. അപ്പം കുറച്ച് തോന ഉണ്ടായിന് കേട്ടോ അപ്പം ഒന്ന് തിരുമ്പാൻ. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം കൂടുമ്പോഴാട്ടോ തിരുമ്പുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം തിരുമ്പുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മെഷീൻ ഓണാക്കണേ നമുക്ക് മുതലാണ്ടേ. അപ്പോൾ 2 ദിവസം ആകുമ്പോൾ കുറേ ഉണ്ടാവും ചേച്ചും. പിന്നെ നമുക്ക് കറണ്ട് ബില്ല് ലാഭിച്ചും ചേച്ചാ. അങ്ങനെയുണ്ട്. പിന്നെ മയ്യല്ലേ, അപ്പോൾ ഉണങ്ങി കിട്ടാനും പണിയല്ല. അപ്പോൾ എന്നും തിരുമ്പിയാൽ ചിലപ്പോൾ തലേന്ന് തിരുമ്പിയതൊക്കെ ഉണങ്ങാതെ ആകുമ്പോൾ പിന്നെ പിറ്റേന്ന് തിരുമ്പോൾ അയലുമ്പോൾ ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 ദിവസം കൂടുമ്പോൾ തിരുമ്പണത്. അങ്ങനെ നമുക്ക് ഇന്ന് ഏതായാലും അൽഹംദുലില്ലാ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും അയലൊക്കത്തെ കാക്കാൻ്റെ മതിൽമ കൊണ്ടുപോയി ഇട്ടിക്കണം കേട്ടോ തുണിയും കുപ്പായൊക്കെ ഉണങ്ങാൻ. അപ്പോൾ കുറച്ച് പുല്ലും കാടൊക്കെ ഉണ്ട്. അപ്പം തുണി കുപ്പായ എടുക്കുമ്പോൾ നമ്മളൊന്ന് കുടഞ്ഞെടുത്താൽ മതി കേട്ടോ, വല്ല ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലോ. അങ്ങനെ തോരട്ടൊക്കെ വന്നപ്പോൾ ഇതിന് നമ്മളെ ചോറൊക്കെ ഒന്ന് വന്നിക്കണം കേട്ടോ. അപ്പോൾ രസം പീടിയത്തെ അരിയല്ലേ പെട്ടെന്ന് വേകും. അപ്പോൾ നമ്മൾ ചെമ്പട്ടിയൊക്കെ ഒന്ന് വെള്ളം വറ്റിച്ചാൻ വെച്ചീനി. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റിയിടണം കേട്ടോ. അപ്പോൾ ഇച്ചാണെങ്കിൽ ഈ ചെമ്പട്ടി ഒഴിവാക്കാനേ പറ്റൂല കേട്ടോ. ഞാനിതിൻ്റെ മുന്നേയും പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളിത് തറവാട് പേരെ ആയതുകൊണ്ടേ പണ്ടത്തെ പാത്രങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ചെമ്പട്ടി ഒരു 2-3 നായി ചോറ് ഊറ്റിയിടാൻ പറ്റിയ ചെമ്പട്ടിയാണ് കേട്ടോ. പിന്നെയുള്ള ചെമ്പട്ടി കുറച്ച് വലിയ ചെമ്പട്ടിയാണ്. അപ്പോൾ പിന്നെ തോനെ ചോറ് ഊറ്റിയിടാനേ അതിൽ പറ്റുള്ളൂ, ഒരു 4 നായൊക്കെ. ഇത് ആകുമ്പോൾ പാകമാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്പട്ടി കളയാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്പട്ടിയിൽ തന്നെ ചോറ് ഊറ്റിയിടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പത്തലും കുറച്ച് കിളിമീനും ഉണ്ട് കേട്ടോ. അപ്പോൾ 100 റുപ്യേൻ്റെ മീനാട്ടുണ്ട് ഇളയത്. മീനൊക്കെ പെരും വിലയല്ലേ. അപ്പോൾ ഞാൻ എന്താട്ടി കിളിമീൻ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പത്തല് നമുക്ക് നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ ഇപ്പം തന്നെ തിന്നണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താട്ടി ബത്തൽ അവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെ കിളിമീൻ നന്നാക്കാണ് കേട്ടോ. കിളിമീൻ പൊരിച്ചാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ചാറ് ഞാൻ കിളിമീൻ വെച്ചിട്ടില്ല കേട്ടോ. ഇനി രസം ഉണ്ടാവുമല്ലേ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പൊടിയാടില്ല. അപ്പം ഇനി ഒരു ദിവസം വെച്ച് നോക്കണം എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാലോ. ഏതായാലും മീനൊന്ന് വില കുറയട്ടെ, എന്നിട്ടേ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ആകെ കണ്ടില്ല ഇപ്പോൾ നിങ്ങൾ 100 റുപ്യേൻ്റെ മീൻ കിട്ടിയത്. അപ്പോൾ ഇതിപ്പോൾ ചാറക്കാനും പൊരിച്ചാനും പാടെയൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പൊരിച്ചാൽ. അപ്പോൾ എന്നത്തെമാരെ നമ്മളെ തങ്കുപൂച്ചയും വന്നിക്കണം കേട്ടോ മീൻ നന്നാക്കാനും. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഇങ്ങനെ കിളിമീൻ നന്നാക്കി കുറച്ചല്ലേ ഉള്ളതിനെ. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ നാളെയും വേണ്ടപ്പോൾ ഞാൻ ഈ മീൻ നന്നാക്കാം, എൻ്റെ കജ്ജമലാക്കാം. അപ്പോൾ ഞാൻ കരുതി ബത്തലും കൂടിയാണ് നന്നാക്കിയൊക്കെ കരുതി നന്നാക്കിക്കാണ്ട് ഉപ്പും മുളകാണ് തേച്ചേക്കാന്ന് വിചാരിച്ചിട്ടോ. നാളെ ഇപ്പം ഞാൻ അതിനൊരു കുട്ടിയും കോലും എടുക്കാനാവില്ലാന്ന് വിചാരിച്ചിക്കാണ്ട് ഞാൻ എന്താട്ടീന്ന് അറിയാം ബത്തലും നന്നാക്കിയിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കരിയേപ്പിൻ്റെ ഇലയും തന്നെ മുറിച്ചിട്ടിക്കണം കേട്ടോ. പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ കിളിമീൻ നമുക്ക് ഇന്ന് കൊടുക്കാം, ബത്തല് നമുക്ക് നാളെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി വൈകുന്നേരം നമുക്ക് കിളിമീനല്ല നമ്മളെ ബത്തല് നമുക്ക് നാളേക്കില്ലേ പൊരിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മീനായിട്ട് നമ്മളിപ്പം നമ്മളെ ഫ്രിഡ്ജ് ഓണാക്കി ഇടാനാവില്ല. അപ്പോൾ ഇനി മീനാണ് പൊരിച്ചും വെക്കാം. വൈകുന്നേരം പൊരിച്ച് വെച്ചാൽ മതി, പിറ്റേന്ന് പിന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ മീൻ. അത് വിചാരിച്ച് കണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മളെ കിളിമീനും ബത്തലും ഒക്കെ ഞാൻ മസാല കൂട്ടി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അത് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചട്ടെ. അപ്പോഴത്തേന് ഞാൻ എന്താട്ടി നമുക്ക് ചാറുണ്ടാക്കണമല്ലോ. ഇനിയിപ്പോൾ എന്താ ചാറ് എന്ന് ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ച് തക്കാളി ഒന്ന് താളിച്ചാന്ന് കരുതിട്ടോ. അങ്ങനെ മീൻ പൊരിച്ചതൊന്ന് തക്കാളി താളിപ്പാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് നമ്മളെ താളിപ്പും. അത് മുരിങ്ങയാണെങ്കിലും തക്കാളി ആണെങ്കിലും മത്തൻ്റെ ഇലയാണെങ്കിലും കുമ്പളങ്ങൻ്റെ ഇലയാണെങ്കിലും ഒക്കെ താളിപ്പും മീൻ പൊരിച്ചതും അച്ചാറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു സാധനവും വേണ്ട. അപ്പം അങ്ങനെ കിട്ടാത്ത മുന്തിരി പൊളിച്ചും പറഞ്ഞ മാതിരി വേറെ ഒന്നും ചാറൊക്കെ അല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെന്താണെന്നറിയോ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. ഇനി തക്കാളിയൊക്കെ നല്ലോണം നോടേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മീൻ പൊരിച്ചാല ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിക്കണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ മീനൊക്കെ നിരത്തി കൊടുത്തേക്കണേ. ഒരു 4-5 കിളിമീൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അല്ല നമ്മൾ ബത്തൽ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ തക്കാളി ഒക്കെ നല്ലോണം ഉടഞ്ഞ് വന്നപ്പം ഞാൻ എന്താട്ടി നമ്മളെ കഞ്ഞീൻ്റെ വെള്ളം ഒരു വേറെ പാത്രത്തേക്ക് വെച്ചീനി. അതൊന്ന് തെളി ഊറ്റിയിട്ട് അതിൻ്റെ അടിഭാഗം എടുക്കണുള്ളൂ കേട്ടോ. നമ്മൾ തക്കാളി കളിച്ചാണെങ്കിലും നമ്മൾ മുരിങ്ങ കളിച്ചാണെങ്കിലും എന്ത് താളിച്ചാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ കഞ്ഞീൻ്റെ വെള്ളത്തിൻ്റെ അടിഭാഗം എടുത്തിട്ട് താളിച്ചണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പച്ചവെള്ളം പോലെ ഇരിക്കാറ് കേട്ടോ. ഇങ്ങനെ നമ്മളെ നമ്മളെ കഞ്ഞീൻ്റെ വെള്ളം വെച്ചിട്ട് താളിപ്പ് ഉണ്ടാക്കണം. അങ്ങനെ അതവിടെ കിടന്ന് തിളക്കട്ടെ. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതിന് കുറച്ച് മോരുണ്ടല്ലോ, മോരാച്ചിയത് അതുകൊണ്ട്. അപ്പം ഇന്ന് അതൊക്കെയാണ് കേട്ടോ കൂട്ടാൻ. അങ്ങനെ നമ്മൾ ഇതാക്കണേ. നമ്മൾ താളിപ്പൊക്കെ
തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മളെ മീൻ ഇതാക്കണം കേട്ടോ. നല്ലോണം അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിക്കണം കേട്ടോ. ചില ദിവസങ്ങൾ മീൻ മറിച്ചാനേ വയ്ക്കില്ല. ഇന്നിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് മറിച്ചാൻ വയ്ക്കണുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ചട്ടി ചൂടായിക്കാണ്ട് ഇട്ടിട്ട് ഇക്കാരം മീനൊന്നും ചട്ടിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അങ്ങനെ നമ്മളെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ സനുവിന് ചോറ് കൊടുത്തപ്പോൾ 2 മീനും ഓന് പറഞ്ഞിട്ട് കഞ്ഞി മതി മാറിന്. അങ്ങനെ ഓന് കഞ്ഞിയും അതിനോ പറഞ്ഞിട്ട് ഒരു മീൻ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓനൊരു മീനും കൊടുത്ത് മാങ്ങച്ചാറും കൊടുത്തിട്ടോ. അപ്പോൾ ഓൻ അങ്ങനെ കഞ്ഞി മതിയായിരുന്നു, ഓന് കഞ്ഞി കൊടുത്തു. അപ്പോൾ മിന്നൂട്ടി പറഞ്ഞ് ഇച്ച് നല്ല നാടൻ മോരും അച്ചാറും മതിയായിരുന്നു. അപ്പോൾ മീൻ മാണ്ടടി വെച്ചപ്പോൾ മീൻ മാണ്ടൻ വെച്ചായിരുന്നു. ഓൾ അങ്ങനെ ഇങ്ങനെയൊന്നും മീൻ തിന്നൂല കേട്ടോ. ചിലന്ന് പറ്റിയെങ്കിൽ തിന്നും, അല്ലെങ്കിൽ തിന്നൂല, അങ്ങനെയാണ്. ഇപ്പം നോക്കിയതായാലും മീൻ മാണ്ടാറിന്. അങ്ങനെ ഞാൻ അച്ചാറും അതേമാതിരി ആ മോരും കൊടുത്തിങ്ങനെ കേട്ടോ. പിന്നെ നമ്മളിതാക്കണേ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മളങ്ങനെ നമുക്ക് ചോറ് വിളമ്പിക്കണേ. നല്ല തക്കാളി താളിപ്പും ഞാൻ 2 മീൻ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചാൽ നല്ല രസമാണല്ലോ, കിളിമീൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കൂടുതലൊക്കെ എടുത്ത് തിന്നാനൊക്കെ പൂതിയുണ്ട്, പക്ഷേങ്കിൽ നമുക്ക് വൈകുന്നേരത്തിനും വേണ്ടേ. അപ്പോൾ മീനിന് പെരും വിലയാണ്, മീനിനൊക്കെ വില കുറയട്ടെ. അപ്പോൾ നമുക്ക് കുറേ തിന്നല്ലേ. അപ്പോൾ അങ്ങനെ മീനും പിന്നെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ട് മീനൊക്കെ മതി തന്നെയാണ് അങ്ങനെ നാമച്ച് തിന്നാൻ. കുറേ മീനൊന്നും വേണമെന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇതാക്കണ ചോറ് വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി നമ്മളെ വർത്താനം കുറച്ച് ഓവറായോ അല്ലേ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പൊടിയാടില്ല. ഏതായാലും ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ഇനി നാളെ വരാം കേട്ടോ, ഇൻഷാ അല്ലാ.